ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് മുട്ടക്കറിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ കൊള്ളിക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കിഴങ്ങാണ് കേട്ടോ, കപ്പില്ലേ, അതാണ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. കപ്പ ഇട്ടുന്നതായിട്ടാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ കപ്പൊക്കെ പകുതി അരഭാഗം കാൽഭാഗമൊക്കെ എടുത്താൽ മതി, അധികമൊന്നും വേണ്ട. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തൊക്കെ കറി വെക്കൂലേ, അതിന് പകരം ഞാനിത് കൊള്ളിക്കിഴങ്ങ് ചേർക്കണമെന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസായി കട്ട് ചെയ്തതാണ്, അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വലിയൊരു സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തത് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴഞ്ഞെത്തിക്കോളപ്പം. എല്ലാ പോലെ നോക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ വഴന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കും. മൂടിയിട്ടെടുത്താൽ മതി. എന്നിട്ട് അടക്കും. ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്താലും മതി. അതിനായിട്ട് ഇങ്ങനെ നിന്ന് ഇളക്കാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളും. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണതാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കത്. നമ്മൾ സാധാ ഉരുളങ്കിഴങ്ങൊക്കെ ഇട്ട് വെക്കണതല്ലേ, അതേപോലെ ഇത് വെച്ച് നോക്കണത്. നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്നുകൂടെ വെന്ത് വരാണ്ടായിട്ടില്ല. നമുക്ക് ഇതൊന്ന് വെന്ത് വന്നോട്ടെ. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. സവാളൊക്കെ ഒന്ന് വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പേസ്റ്റ് അല്ല, ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നമുക്ക് അതും കൂടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. തക്കാളി ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. വേണ്ട, ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 സ്പൂൺ നിറച്ചിട്ടിട്ടില്ല കേട്ടോ ഞാൻ. 1 സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടെ. നല്ല പോലെ നമുക്ക് പൊടികളെ പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ പച്ച സ്മെല്ല് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓൾറെഡി ഗരം മസാലപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ പച്ച സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങില്ലേ, അത് ചേർത്ത് കൊടുക്കാം.
കിഴങ്ങ് വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോവരുത് കേട്ടോ. ഇതേ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത മസാല ഒക്കെ എല്ലായിടത്തും ആവണ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാളൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് പിന്നെ കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പം ഇതൊന്ന് തള വരട്ടെ. എന്നിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുട്ടയാണ് കേട്ടോ ഇത് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പം തന്നെ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാലും ഇനി മുട്ടയും കൂടിയും ചേർത്തിട്ട് നമുക്ക് പുഴുങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയത്. അതേപോലെ ഇതോടൊപ്പം തേങ്ങാപ്പാലോ തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിതൊന്ന് മൂടി വെച്ച് മുട്ട ഒന്ന് സെറ്റ് ആവട്ടെ. ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ. വിചാരിച്ച പോലെ അല്ല, നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് ഈ കറി. എല്ലാവരും ധൈര്യപ്പെട്ട് ഇതേപോലെ ചെയ്ത് നോക്കിക്കോ. എന്തിൻ്റെ കൂടെയും കഴിക്കുക. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും നൂൽപുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കുറുകി വന്നേക്കണുണ്ട്. മുട്ട ഉടച്ചൊഴിച്ചായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പം ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് വെച്ച് നോക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കൊള്ളിക്കിഴങ്ങ് മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ മുട്ട റോസ്റ്റും അങ്ങനെയും പറയാം. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.